students, today we are discussing about color of thin films by reflected light. കളർ ഓഫ് തിൻ ഫിലിംസ് ചോദിച്ചാലും അതുപോലെ തന്നെ കൊസൈൻ ലോ ചോദിച്ചാലും ഇതേ ഡെറിവേഷൻ തന്നെയാണ് നിങ്ങൾ കംപ്ലീറ്റ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് കൺസിഡർ എ തിൻ ട്രാൻസ്പാരൻറ്റ് ഫിലിം ഓഫ് തിക്നെസ് സ്മോൾ ലെറ്റർ ടി ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ. ദി ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലൈറ്റ് റേസ് റിഫ്ലക്റ്റഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം സർഫസ് ഓഫ് ദി ഫിലിം ഈസ് ഗിവൺ ബൈ. അതായത് ഒരു ഫിലിമിൻ്റെ മുകളിൽ നിന്ന് ലൈറ്റ് വരും, അത് റിഫ്ലക്റ്റ് ചെയ്യും, തിരിച്ചു പോവും. കുറച്ച് ലൈറ്റ് താഴേക്ക് വരും, റിഫ്രാക്റ്റ് ചെയ്തിട്ട് അതെന്താണ് റിഫ്ലക്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവും, റിഫ്രാക്റ്റ് ചെയ്തിട്ട് തിരിച്ച് അതേ പോയിന്റിലേക്ക് തന്നെ അതേ ഡയറക്ഷനിലേക്ക് തന്നെ തിരിച്ചു പോവും. അപ്പോൾ ഈ ഒരു പൊസിഷൻ്റെ അപ്പുറത്തേക്ക് ലൈറ്റ് ഒരേപോലെയാണ് ട്രാവൽ ചെയ്യണത്. അപ്പോൾ ഈ രണ്ട് വേവും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയണത് ഇത് പ്ലസ് ഇത് മൈനസ് ഇതാണ്. അതായത് പാത്ത് ഡിഫറൻസ് എന്താ വരിക? പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ബി ഡി പ്ലസ് ഡി ഇ മൈനസ് ബി എച്ച് വരും. ബി ഡി പ്ലസ് ഡി ഇ മൈനസ് ബി എച്ച്. പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ബി ഡി പ്ലസ് ഡി ഇ മൈനസ് ബി എച്ച് വരും. ബി ഡി പ്ലസ് ഡി ഇ എന്ന് പറയുന്നത് ഫിലിമിലാണ്, ബി എച്ച് എന്ന് പറയുന്നത് എയറിലാണ്. അപ്പോൾ അതാണ് പാത്ത് ഡിഫറൻസ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് മ്യൂ ഇൻറ്റു ഡി ആണ്. മ്യൂ ഇസ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഡി ഇസ് ദി പാത്ത് ഡിഫറൻസ്. അപ്പോൾ നമ്മളത് ഇക്വേഷനിൽ കൊടുക്കുന്ന സമയത്ത് എന്ത് വരും? നമ്മളുടെ മ്യൂ ഇൻറ്റു പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ബി ഡി പ്ലസ് ഡി ഇ മൈനസ് ബി എച്ച് ആണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി കൊടുക്കുന്ന സമയത്ത് ഫിലിമിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും നമ്മൾ എടുക്കണം. അപ്പോൾ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് മ്യൂ ഇൻറ്റു ബി ഡി പ്ലസ് ഡി ഇ മൈനസ് മ്യൂ ഇൻറ്റു ബി എച്ച് ഉണ്ട് ശരിക്കും. പക്ഷെ നമുക്ക് ബി എച്ച് എന്ന് പറയുന്നത് എയറിലാണ്. അപ്പോൾ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ബി ഡി പ്ലസ് ഡി ഇ മൈനസ് ബി എച്ച് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇതിൽ ഓരോ ടേമും, ഇനി സിമ്പിളാണ്, ഇതിൽ ഓരോ ടേമും നമ്മൾ കൺസിഡർ ചെയ്യുക, കണ്ടുപിടിക്കുക. എന്നിട്ട് ഓരോ ടേമും കണ്ടുപിടിച്ചിട്ട് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആൻസറായി. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബി ഡി കണ്ടുപിടിക്കണം. അപ്പോൾ ബി ഡിയും ഡി ഇയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ട്രയാങ്കിൾസ് ഉണ്ട്. ട്രയാങ്കിൾ ബി ജി ഡി ആൻഡ് ട്രയാങ്കിൾ ജി ഡി ഇ. ഇങ്ങനെ 2 ട്രയാങ്കിൾസ് ഉണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതെന്താണ്. ഈ 2 ട്രയാങ്കിൾസ് സിമിലർ ട്രയാങ്കിൾസാണ്. 2 ട്രയാങ്കിൾസ് സിമിലർ ട്രയാങ്കിൾസാണ്. അപ്പോൾ സിമിലർ ട്രയാങ്കിൾസിൻ്റെ ഈ 2 ലെങ്ത്തും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ബി ഡിയും ഡി ഇയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ബി ഡി കണ്ടുപിടിച്ചാൽ അത് തന്നെയായിരിക്കും ഡി ഇ അല്ലേ? അപ്പോൾ ബി ഡിയും ഡി ഇയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രയാങ്കിൾ ബി ജി ഡി കൺസിഡർ ചെയ്യുകയാണ്. ട്രയാങ്കിൾ ബി ജി ഡി. ട്രയാങ്കിൾ ബി ജി ഡി എന്ന് പറഞ്ഞാൽ എന്താ വരിക? ട്രയാങ്കിൾ ബി ജി ഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ, അതായത് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ളത് ഹൈപ്പോട്ട്ന്യൂസ്. അപ്പോൾ ബി ജി ഡി കൺസിഡർ ചെയ്യുക. ഇതെന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫിലിമിൻ്റെ തിക്നെസ് ആണ്. ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ ടി. ടി ഈസ് ദി ഫിലിം ഓഫ് തിക്നെസ്. ടി ഈസ് ദി തിക്നെസ് ഓഫ് തിൻ ഫിലിം. ഓക്കെ, അപ്പോൾ നമുക്ക് ബി ഡി കണ്ടുപിടിക്കണം. ബി ഡി കണ്ടുപിടിക്കണം. ജി ഡി നമുക്കറിയാം. ബി ഡി എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈപ്പോട്ട്ന്യൂസ്. ജി ഡി എന്ന് പറയുന്നത് ആറിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ കോസ് ആർ കൺസിഡർ ചെയ്യുക. അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്, ദാറ്റ് ഈസ് ജി ഡി ഡിവൈഡ് ബൈ ബി ഡി. അത് നമുക്ക് ബി ഡി കിട്ടും. ബി ഡി is equal to ടി ബൈ കോസ് ആർ. ബി ഡിയും ഡി ഇയും സെയിം തന്നെയാണ്. അപ്പോൾ ഡി ഇയും എന്തായിരിക്കും? ടി ബൈ കോസ് ആർ ആയിരിക്കും. അപ്പോൾ ബി ഡി കണ്ടുപിടിച്ചു, ഡി ഇ കണ്ടുപിടിച്ചു. ഇനി ബി എച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ബി എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ട്രയാങ്കിൾ ബി എച്ച് ഇ. ട്രയാങ്കിൾ ബി എച്ച് ഇ കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ ബി എച്ച് ഇയിൽ ഇതാണ് അവിടെയുള്ള ആംഗിൾ, ദാറ്റ് ഈസ് ആംഗിൾ ഐ. അതായത് ആംഗിൾ ഐയുടെ ഓപ്പോസിറ്റ് സൈഡാണ് ബി എച്ച്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? സൈൻ ആണ് എടുക്കേണ്ടത്. അപ്പോൾ സൈൻ ഐ ഇസ് ഈക്വൽ ടു ബി എച്ച് ഡിവൈഡ് ബൈ ബി ഇ ആണ്. അപ്പോൾ ബി ഇനെ നമുക്ക് 2 ആയിട്ട് എഴുതാം. ബി ഇ എന്ന് പറയുന്നത് ബി ജി പ്ലസ് ജി ഇ ആണ്. അപ്പോൾ ബി ഇ എന്ന് പറയുന്നത് ബി ജി പ്ലസ് ജി ഇ ആണ്. ബി ജിയും ജി ഇയും ഈക്വൽ ആണ്. കാരണം ഈ ഒരു ഡി എന്നുള്ള പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ ഇതിന് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യണത്. അപ്പോൾ ബി ജിയും ജി ഇയും ഈക്വൽ ആണ്.
അപ്പോൾ ബി ജിയും ജിഇനെ നമുക്ക് എന്താണ് 2bg എന്ന് എഴുതിക്കൂടെ. അപ്പോൾ സൈൻ ഐ ഇസ് ഈക്വൽ ടു BH ഡിവൈഡ് ബൈ 2bg എന്ന് എഴുതാം. ദാറ്റ് ഈസ് നമുക്ക് BH ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ BH ഇസ് ഈക്വൽ ടു 2bg സൈൻ ഐ. പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ല, നമുക്ക് BG അറിയില്ല. അപ്പോൾ BG കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ട്രയാങ്കിൾ BGD കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ട്രയാങ്കിൾ BGDയിൽ ടാൻ നമുക്ക് എന്താണ് BG ആണ് കണ്ടുപിടിക്കേണ്ടത്. BG എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. നമുക്ക് GD അറിയാം, GD എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ടാൻ ആണ്. അപ്പോൾ ടാൻ ആർ കൺസിഡർ ചെയ്യാം. അപ്പോൾ ടാൻ ആർ എന്ന് പറയുന്നത് BG ഡിവൈഡ് ബൈ DG ആണ്. അതിൽ നിന്ന് നമുക്ക് ടാൻ ആർ കിട്ടും BG ഡിവൈഡ് ബൈ small letter t. T is the thickness of air film. Then BG is equal to T into tan R. അല്ലേ? ഇനി എന്താണ്, ഇപ്പം നമുക്ക് ഓരോ ടേമും കണ്ടുപിടിച്ചു. അപ്പോൾ BH എന്താണ് 2bg സൈൻ ഐ ആണ്. അപ്പോൾ BH എന്ന് പറയുന്നത് 2 ഇൻറ്റു BG കണ്ടുപിടിച്ചു T ഇൻറ്റു ടാൻ ആർ ആണ്. അപ്പോൾ 2T ഇൻറ്റു ടാൻ ആർ ഇൻറ്റു സൈൻ ഐ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, BH കിട്ടും. അപ്പോൾ നമ്മൾ എന്താണ് BD കണ്ടുപിടിച്ചു, DE കണ്ടുപിടിച്ചു, BH കണ്ടുപിടിച്ചു. ഇക്വേഷൻ 1ൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം മ്യൂ ഇൻറ്റു ഇക്വേഷൻ 1 എന്താ, മ്യൂ ഇൻറ്റു BD എന്ന് പറയുന്നത് T ബൈ കോസ് ആർ, DE എന്ന് പറയുന്നത് T ബൈ കോസ് ആർ മൈനസ് BH എന്ന് പറയുന്നത് 2T ഇൻറ്റു ടാൻ ആർ ഇൻറ്റു സൈൻ ഐ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു നമുക്ക് കംപ്ലീറ്റ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് നമുക്ക് കിട്ടും. ഇനി ഇവിടെ T ബൈ കോസ് ആർ ഉണ്ട്, ഇവിടെ T ബൈ കോസ് ആർ ഉണ്ട്. ദാറ്റ് ഈസ് 2T ബൈ കോസ് ആർ. മ്യൂ ഇൻറ്റു 2T ബൈ കോസ് ആർ മൈനസ് 2T ഇൻറ്റു ടാൻ ആറിനെ നമുക്ക് സൈൻ ആർ ബൈ കോസ് ആർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ടാൻ ആർ. ദെൻ സൈൻ ഐ ബൈ, ഇവിടെ പ്രിൻറ്റിൽ സൈൻ ഐ ബൈ കോസ് ആർ ആണ്, നമുക്ക് സൈൻ ഐ ബൈ സൈൻ ആർ ആണ് മ്യൂ ട്ടോ. മ്യൂ എന്ന് പറയുന്നത് എന്താണ്, സൈൻ ഐ ബൈ സൈൻ ആർ ആണ്. അത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ എന്താണ്, ഇവിടെ ടാൻ ആറിൻ്റെ സ്ഥാനത്ത് സൈൻ ആർ ബൈ കോസ് ആർ എഴുതി, സൈൻ ഐയുടെ സ്ഥാനത്ത് മ്യൂ ഇൻറ്റു സൈൻ ആർ എന്ന് കൊടുക്കാം. മ്യൂ ഇൻറ്റു സൈൻ ആർ, ബിക്കോസ് സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു മ്യൂ. ദെൻ സൈൻ ഐ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു സൈൻ ആർ. അപ്പോൾ നമുക്ക് എന്താണ്, ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇതിൽ 2μt ബൈ കോസ് ആർ കോമൺ ആണ്. അപ്പോൾ 2μt ബൈ കോസ് ആറിനെ കോമൺ ആക്കി എടുത്താൽ, ഈ ഒരു ടേമിൽ നിന്ന് കോമൺ ആക്കി എടുത്താൽ 1 വരും. ഈ ഒരു ടേമിൽ ബാക്കി എന്തുണ്ട്, സൈൻ ആർ ഉണ്ട്. സൈൻ ആർ ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ ആർ. ദെൻ 2μt ബൈ കോസ് ആർ ബ്രാക്കറ്റിനകത്ത് 1 മൈനസ് സൈൻ സ്ക്വയർ ആർ വരും. ദാറ്റ് ഈസ് 1 മൈനസ് സൈൻ സ്ക്വയർ ആർ എന്ന് പറയുന്നത് എന്താണ്, കോസ് സ്ക്വയർ ആർ ആണ്. ബിക്കോസ് സൈൻ സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്താ, 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് കോസ് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ കോസ് സ്ക്വയർ ആർ വരും. അപ്പോൾ കോസ് ആറും ഒരു കോസ് ആറും ക്യാൻസലായി പോവും, ബാക്കി ഒരു കോസ് ആർ ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ്, ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 2μt കോസ് ആർ ആണ്. അതാണ് നമ്മളുടെ കൊസൈൻ ലോ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ കൊസൈൻ ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്, ആക്ച്വൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് തിൻ ഫിലിമിൽ നമ്മൾ കിട്ടിയ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് മൈനസ് λ/2 ആയിരിക്കും ആക്ച്വൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് തിൻ ഫിലിമിൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 2μt കോസ് ആർ ആണ്. അതേ മൈനസ് λ/2 കൊടുക്കുമ്പോൾ നമുക്ക് ആക്ച്വൽ പാത്ത് ഡിഫറൻസ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി ഇൻ്റർഫറൻസിൻ്റെ കേസിൽ പഠിച്ച കണ്ടീഷൻ എന്ന് പറയുന്നത്, ബ്രൈറ്റ്നെസ്സിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് പാത്ത് ഡിഫറൻസ് എല്ലാംടെ ആകുമ്പോൾ അത് ബ്രൈറ്റ് ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ തിൻ ഫിലിമിൻ്റെ കേസിലെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. ദാറ്റ് ഈസ് 2μt കോസ് ആർ മൈനസ് λ/2 ഇസ് ഈക്വൽ ടു n λ. അപ്പോൾ ഈ മൈനസ് λ/2 ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് λ/2. ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു ഇൻറ്റഗ്രലിൻ്റെ കൂടെ ഒരു ഹാഫ് ഇൻറ്റഗ്രൽ വയ്ക്കുമ്പോൾ, അതായത് 1 പ്ലസ് ഹാഫ് എന്ന് പറയുന്നത് എന്താണ്, ഒരു 3/2 അല്ലേ. അതായത് ഇൻറ്റഗ്രലിൻ്റെ കൂടെ ഒരു ഹാഫ് ഇൻറ്റഗ്രൽ വരുമ്പോൾ എന്താണ്, ഹാഫ് ഇൻറ്റഗ്രലാണ് കിട്ടുക എന്ന് പറഞ്ഞ പോലെ n λ കൂടെ λ/2 വരുമ്പോൾ 2n+1 λ/2. 2n+1 ഡിനോട്ട് ചെയ്യുന്നത് ഹാഫ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസിനാണ്. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മളുടെ കണ്ടീഷൻ നേരെ തിരിഞ്ഞു. അതായത് നോർമൽ ഇൻ്റർഫറൻസിൽ എല്ലാംടെ ആകുമ്പോഴാണ് മാക്സിമം കിട്ടുകയെങ്കിൽ, ഇവിടെ തിൻ ഫിലിമിൻ്റെ കേസിൽ 2μt കോസ് ആർ 2n+1 λ/2 ആകുമ്പോഴാണ് മാക്സിമം കിട്ടുക. ദാറ്റ് ഈസ് കണ്ടീഷൻ ഫോർ ബ്രൈറ്റ്നെസ്. ഇനി അതേപോലെ തന്നെ ഡാർക്ക്നെസ്സിൻ്റെ കണ്ടീഷൻ കൊടുക്കുക. അതായത് എന്താണ്, പാത്ത് ഡിഫറൻസ് 2n+1 λ/2 ആകുമ്പോഴാണ് നോർമൽ കേസിൽ ഡാർക്ക് വരിക. അപ്പോൾ ഇവിടെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 2μt കോസ് ആർ മൈനസ് λ/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2n+1 λ/2. ഇപ്പോൾ ഈ മൈനസ് λ/2 ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്, 2n+1 λ/2 പ്ലസ് λ/2 വരും. അതായത് ഹാഫ് ഇൻറ്റഗ്രലിൻ്റെ കൂടെ ഒരു ഹാഫ് ഇൻറ്റഗ്രലും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് എന്ത് കിട്ടുക, ഒരു ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് കിട്ടുക. എക്സാമ്പിൾ
ഹാഫ് പ്ലസ് ഹാഫ് എന്ന് പറയുന്നത് എന്താണ് 1 അല്ലേ, അതുപോലെ തന്നെ. അപ്പോൾ ഹാഫ് നമുക്ക് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസിനെ നമ്മൾ എൻ ലാംഡ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് 2 mu t cos r is equal to n lambda where n is equal to 0, 1, 2, 3 etc. ഓക്കെ.